ഞങ്ങൾ ഏജൻസി മുഖേന വീട് തരപ്പെടുത്തിയത്. മിനിമം 1 ഇയർ ആണ് കോൺട്രാക്ട്. വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നീട് പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്നായിരിക്കും. വ്യൂവിങ്ങിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ ലാൻഡ് ലോഡിനെ അറിയിക്കണം. മിനിമം റിനോവേഷൻ വർക്ക് ആണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ. ഇല്ലെങ്കിൽ വേറെ പാർട്ടിക്ക് വീട് കൊടുത്തു എന്നും പറഞ്ഞ് നമുക്ക് മെയിൽ വരും. മുമ്പത്തെ പോലെ തന്നെ ഭാഗ്യത്തിന് ഒറ്റ വീട് കാണൽ തന്നെ എനിക്ക് വീട് സെറ്റായി. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വീട് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് ടെനൻസി എഗ്രിമെന്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ ഡെപ്പോസിറ്റ്, ടെനൻസി ഡെപ്പോസിറ്റ് മാനേജ്മെന്റ് വഴി പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്കീമാണ്. അതുവഴി ടെനൻസി തീരുന്ന സമയത്ത് ടെനന്റിന് ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. പിന്നെ ടെനൻസിയുടെ ബ്രേക്ക് ക്ലോസ്, കണ്ടീഷൻസ്, നോട്ടീസ് പീരീഡ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ബ്ലിങ്ക് എന്നൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ് എൻ്റെ ഏജൻസി ഉപയോഗിച്ചത്. ഇനി പ്രോപ്പർട്ടി വ്യൂവിംഗ് തൊട്ട് ഷിഫ്റ്റിങ്ങിന് വരെ ഏകദേശം ഒരു 40 മെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വീട് മാറിക്കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഒന്ന്, വർക്ക് പ്ലേസിൽ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുക. എസ്പെഷ്യലി വിസയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. 2, ഇ വിസ അപ്ഡേറ്റ് ചെയ്യുക. 3, കൗൺസിൽ ടാക്സ് അപ്ഡേറ്റ് ചെയ്യുക. ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുക. ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. ഇലക്ഷൻ രജിസ്ട്രേഷൻ അപ്ഡേറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ, ഗ്യാസ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി പോസ്റ്റ് ഓഫീസിലെ മെയിൽ റീഡയറക്റ്റ് ചെയ്യേണ്ട അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ റീഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു 41 പൗണ്ട് 50 പെൻസ് നൽകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ പോസ്റ്റ് പഴയ അഡ്രസ്സിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ GP അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത അപ്ഡേഷൻസ്. ഇനി ആ കണ്ടത് ഞാൻ മുമ്പ് താമസിച്ച വീട്ടിലെ എൻ്റെ നെയ്ബറായിരുന്നു. അത് ഒലിയും മാക്സും ആണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പഴയ അടുക്കളയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ഈ പുതിയ അടുക്കള വളരെ കുഞ്ഞതാണ്.